നമ്മൾ മലയാളികൾക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം നമ്മൾ കൃത്യമായി നാട്ടിലെ ന്യൂസ് അതുപോലെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്, സത്യമല്ലേ? അത് പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. UK മലയാളികളുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും നമുക്ക് ആളുകളുടെ പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കാം. വാ. ഇപ്പോഴത്തെ UKയുടെ പ്രധാനമന്ത്രി ആണെന്ന് അറിയാമോ? എന്റെ പൊന്നപ്പാ, ഞാൻ വിട്ടു. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? എനിക്കറിയില്ല. ഭരിക്കുന്ന പാർട്ടി ഏതാ? അതും അറിയത്തില്ല. UKയിലെ ഏതൊക്കെ പാർട്ടികളുണ്ടെന്ന് അറിയാമോ? കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി, അതെനിക്കറിയാം. ഈ രണ്ട് പാർട്ടികളെ എനിക്കറിയാം. വേറൊന്നും അറിയില്ല. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. പോസ്റ്റൽ വോട്ട് ചെയ്യാറുണ്ട്. പാർട്ടി നോക്കിയാണോ ചുമ്മാ കറക്കി കുത്തുവാണോ? ഇല്ല, എന്റെ കെട്ടിയവൻ ആർക്ക് കുത്താൻ പറയണോ അവർക്ക് കുത്തു. വന്നിട്ട് എത്ര വർഷമായി? 11. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ? എനിക്കറിയില്ല, നമ്മളെ നോക്കാറില്ല. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ഏതാ? എനിക്കറിയില്ല. ഇവിടെ ഏതൊക്കെ പാർട്ടികളുണ്ട്? ഇവിടെയോ? രണ്ട് ലേബർ ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ഒന്ന് രണ്ടെണ്ണം ഏതൊക്കെ ഉണ്ട്. എനിക്കറിയാൻ പാടില്ല. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. ആർക്ക് നോക്കിയാണ് ചുമ്മാ ആർക്കും കറക്കി കുത്തുവാണ് ചെയ്യാറ്? ഞാൻ കറക്കി കുത്തുക. വന്നിട്ട് എത്ര വർഷമായി? ഞാനാ 16 വർഷമാണ്. ഇവിടെ UKയുടെ പ്രധാനമന്ത്രി ആരാ? സ്റ്റാമർ. പാർട്ടി ഏതാ? Labour. UKയിൽ ഏതൊക്കെ പാർട്ടികളുണ്ട്? Labour, Conservative, Reform UK, lots of 5 more. വേറെ ഉണ്ട്. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറ്. നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്? ചുമ്മാ ആർക്കും വോട്ട് ചെയ്യണം? അല്ല, നോക്കിയിട്ട് വോട്ട് ചെയ്യാറ്. എത്ര വർഷമായി വന്നിട്ട്? 3 വർഷം. അല്ലെ UKയുടെ പ്രധാനമന്ത്രി ആരാ? സ്റ്റാമർ. ഭരിക്കുന്ന പാർട്ടി ഏതാ? ലേബർ. ഏതൊക്കെ പാർട്ടികളുണ്ട് ഇവിടെ? ലേബർ ഉണ്ട്, ഗ്രീൻ പാർട്ടി ഉണ്ട്, കൺസർവേറ്റീവ് ഉണ്ട്. വോട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. പാർട്ടിയൊക്കെ അറിഞ്ഞാണ് വോട്ട് ചെയ്യാറ്? ചുമ്മാ ആർക്കും വോട്ട് ചെയ്യാൻ? അല്ല, ലേബറിനെയാണ് മെയിനായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ? കാരണം നേഴ്സുമാർക്ക് സപ്പോർട്ടുണ്ട്. ലേബറിന്. വന്നിട്ട് എത്ര വർഷമായി? ഇപ്പം 21 കൊല്ലമായി. UKയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? അയ്യോ, അയാളുടെ പേര് ഓക്കെ. ഭരിക്കുന്ന പാർട്ടി ഏതാ? ലേബർ അല്ലേ? ഏതൊക്കെ പാർട്ടികളുണ്ട് UKയിൽ? 4-5 പാർട്ടിയില്ലേ? ഏതൊക്കെ? ലേബർ, ഡെമോക്രാറ്റിക്, പിന്നെ നേച്ചേഴ്സ് പാർട്ടി, ഗ്രീൻ പാർട്ടി. വോട്ട് ചെയ്യാറുണ്ടോ? ഇപ്രാവശ്യം ചെയ്തില്ല, അല്ലാത്തപ്പോൾ പോസ്റ്റൽ വോട്ട് ചെയ്യാറുണ്ട്. പാർട്ടി അറിഞ്ഞാണ് വോട്ട് ചെയ്യാറ്? ചുമ്മാ ആരെങ്കിലും കറക്കി കുത്തുവാണോ? ആ സമയത്ത് ചുമ്മാ ഒന്ന് ഗൂഗിളിൽ തപ്പും ആരാണ് നല്ലത്, ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്, അന്നേരം അങ്ങനെ ആരാണെന്ന് തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി ഉണ്ട് ഇപ്പോൾ പറഞ്ഞപ്പോഴോർത്ത്, അല്ലാതെ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടല്ല. പൊളിറ്റിക്സിനോട് യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. വന്നിട്ട് എത്ര വർഷമായി? വന്നിട്ട് 12 വർഷം. ഇപ്പോഴത്തെ UKയിലെ പ്രധാനമന്ത്രി ആരാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല ആരാ പ്രധാനമന്ത്രി. അറിയില്ല. ഭരിക്കുന്ന പാർട്ടി ആണെന്നറിയാമോ? കുറെ പാർട്ടികളുണ്ടെന്നറിയാം. ഇപ്പം ഏതൊക്കെയാ പാർട്ടികൾ? ലേബർ പാർട്ടി ആയിട്ടുണ്ട്, പിന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. കാരണം കുറെ പേപ്പറുകൾ ഇങ്ങനെ കൊണ്ട് വോട്ട് സമയം കൊണ്ട് വീട്ടിലിടുമല്ലോ, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പാർട്ടികൾ പേരൊന്നും അറിയില്ല, പ്രധാനപ്പെട്ട പാർട്ടികളൊന്നും അറിയില്ല. ലേബർ പാർട്ടി കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ ലേബർ പാർട്ടി മാത്രം കേട്ടിട്ടുണ്ട്. വേറെ ഒരു പാർട്ടി അറിയില്ല. വേറെ ഏതോരെണ്ണം ഉണ്ടല്ലോ. ഇപ്പം പ്രശ്നം നടക്കുമ്പോൾ യൂട്യൂബുകളിൽ ഒരുപാട് പാർട്ടികൾ പറയുന്നുണ്ട്. വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഇപ്പോൾ 4 വർഷം. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? ഭരിക്കുന്ന പാർട്ടി ഏതാ? ലേബർ പാർട്ടി. ഇവിടെ UKയിൽ ഏതൊക്കെ പാർട്ടികളുണ്ട്? ലേബർ. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. പാർട്ടി അറിഞ്ഞാണ് വോട്ട് ചെയ്യുന്നത്? ചുമ്മാ വോട്ട് ചെയ്യാണ്? കറക്കി കുത്തും. വന്നിട്ട് എത്ര വർഷമായി? 15 വർഷം. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? കീർ സ്റ്റാമർ. ഏതാ പാർട്ടി? ലേബർ. UKയിൽ ഏതൊക്കെ പാർട്ടികളുണ്ടെന്ന് പറയാം? ലേബർ, ടോറീസ്, അതർ കൺസർവേറ്റീവ്സ്, റീഫോം, UKIP. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. പാർട്ടി നോക്കിയാണോ അല്ലെങ്കിൽ സ്ഥിര കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ചുമ്മാ ആർക്കും കറക്കി കുത്താണോ? അല്ല, പാർട്ടി നോക്കി കൊടുത്താറ് സമയങ്ങളിൽ, അതാത് സമയങ്ങളിൽ. ഓക്കെ. വന്നിട്ട് എത്ര വർഷമായി? 15. ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരെന്നറിയാമോ? അറിയത്തില്ല. ഭരിക്കുന്ന പാർട്ടി ആണെന്നറിയാമോ? പാർട്ടി ലേബർ പാർട്ടിയാണെന്നറിയാം. ഇവിടെ ഏതൊക്കെ പാർട്ടികളുണ്ടെന്നറിയാമോ? അങ്ങനെ അറിയത്തില്ല. UK വന്നിട്ട് എത്ര നാളായി? വന്നിട്ടൊരു 3 years. വോട്ട് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്? ചുമ്മാ ഏതെങ്കിലും പാർട്ടി വോട്ട് ചെയ്യണോ? അല്ല, കെട്ടിയവനോട് ചോദിച്ചിട്ട്, ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് അങ്ങ് ചെയ്യും. പറയുന്ന പാർട്ടി വോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. ഐഡിയ വെച്ചിട്ടല്ല, ചുമ്മാ അങ്ങ് ചോദിച്ചിട്ട് അങ്ങ് ചെയ്യുക ചെയ്യുന്നത്. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? കീർ സ്റ്റാമർ. ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടി. ഏതൊക്കെ പാർട്ടികളുണ്ട് UKയിൽ? ലേബറും, പിന്നെ റിഫോം UK, പിന്നെ കൺസർവേറ്റീവ്, പിന്നെ ഗ്രീൻ പാർട്ടി. വന്നിട്ട് എത്ര ആളായി? 3 വർഷം. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആണെന്നറിയാമോ? അറിയത്തില്ല. ഭരിക്കുന്ന പാർട്ടി ആണെന്നറിയാമോ? ലേബർ പാർട്ടി. ഏതൊക്കെ പാർട്ടികളുണ്ട് UKയിൽ? കൺസർവേറ്റീവ് പാർട്ടി ഉണ്ടെന്നറിയാം, ലേബർ പാർട്ടി ഉണ്ടെന്നറിയാം, വേറെ ഒന്നും അറിയില്ല. വോട്ട് ചെയ്യാറുണ്ടോ? 2 പ്രാവശ്യം. പാർട്ടി അറിഞ്ഞാണ് വോട്ട് ചെയ്യുന്നത്? അത് വെറുതെ ഏതെങ്കിലും പാർട്ടി വോട്ട് ചെയ്യണോ? ഹസ്ബൻഡിനോട് ചോദിച്ചു, പറഞ്ഞ പാർട്ടി വോട്ട് ചെയ്തു. ഓക്കെ. വന്നിട്ട് എത്ര നാളായി? 3 വർഷം. UKയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണെന്നറിയാം? ചോദിക്കാം. ആരാ പ്രധാനമന്ത്രി? ആരാ?
കീസ് അത് കൃത്യമായിട്ട് പറയണമല്ലോ. കിസ്താമ ഏത് പാർട്ടിയാ? കുഴയ്ക്കുന്ന ചോദ്യം. Who is the Prime Minister of UK? Keir Starmer, Which is the ruling party? Labour. Okay, which are the parties in the UK? The political parties? Conservative, Reform, Green Party, Liberal Democrat. യുകെയുടെ പ്രധാനമന്ത്രി ആരാന്നറിയോ? കിറ്റ് സ്റ്റാമർ, ഏത് പാർട്ടിയാ? ലേബർ പാർട്ടി, ഇവിടെ ഏതൊക്കെ പാർട്ടികളുണ്ട്? കൺസർവേറ്റീവ്, ലേബർ പാർട്ടി, റിഫോം പാർട്ടി, ഗ്രീൻ പാർട്ടി. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. പാർട്ടികൾ അറിഞ്ഞാണ് വോട്ട് ചെയ്യാറ്, മാർക്കും കറക്കി കുത്തുവാണോ പാർട്ടി അറിഞ്ഞാൽ ചെയ്യാറുള്ളത്? ചെയ്യാൻ. ഓക്കെ. വന്നിട്ട് എത്ര വർഷമായി? 20 years. യുകെയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാന്നറിയോ? Keir Starmer, ഏത് പാർട്ടിയാ? Labour. യുകെയിൽ ഏതൊക്കെ പാർട്ടികളുണ്ട്? ലേബർ, കൺസർവേറ്റീവ്, പിന്നെ റീഫോം പാർട്ടി, പിന്നെ മറ്റേ പുള്ളിയുടെ പുതിയ ഒരെണ്ണം ഉണ്ടല്ലോ, അത്രേ അറിയത്തുള്ളൂ. ഇത്ര അറിയത്തുള്ളൂ. വോട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. പാർട്ടി അറിഞ്ഞാണ് വോട്ട് ചെയ്യാറ്, ചുമ്മാ വോട്ട് ചെയ്യാറോ? ഏതെങ്കിലും പാർട്ടി വോട്ട് ചെയ്യണോ? പാർട്ടി അറിഞ്ഞാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആണ്, മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യാറ്. അതെ. വന്നിട്ട് എത്ര വർഷമായി? 22. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു. കീർ സ്റ്റാമർ, ഏത് പാർട്ടിയാ? ലേബർ. വോട്ട് ചെയ്യാറുണ്ടോ സ്ഥിരമായിട്ട്? വോട്ട് ചെയ്യാറുണ്ട്. മനസ്സിലാക്കി തന്നെയാണ് ചെയ്യാറ്, അത് വെറുതെ ചെയ്യാണ് ചെയ്യാറ്? മനസ്സിലാക്കി തന്നെ ചെയ്യുന്നു. വന്നിട്ട് എത്ര വർഷമായി? ഒരു 19 വർഷം. ബ്രിട്ടൻ്റെ ഇപ്പോൾ പ്രധാനമന്ത്രി ആരടി? Keir Starmer അല്ലേ? ഏത് പാർട്ടിയാ? Labour. ഏതൊക്കെ പാർട്ടി ഉണ്ട് ഇവിടെ? Labour, Conservative, what's it? Well, the Green Party, and the Reform Party. വോട്ട് ചെയ്യാറുണ്ടോ? ഈ വർഷം വോട്ട് ചെയ്തു, ചെയ്തോ? Yeah. പാർട്ടി അറിഞ്ഞാണോ ചെയ്തത്, ജസ്റ്റ് പാർട്ടി ചെയ്യണോ ചെയ്തത്? ഞാനല്ല നോക്കിയപ്പോൾ എല്ലാം സിമിലർ ആയിരുന്നു, സോ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ടിക്ക് ചെയ്തു. കുത്തി. ഓക്കെ. ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാന്നറിയോ? പറഞ്ഞോളൂ. കീർ സ്റ്റാമർ, ഏതാ പാർട്ടി? ലേബർ. ഇവിടെ ഏതൊക്കെ പാർട്ടികളുണ്ട്? ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, UK പാർട്ടി, ഗ്രീൻ പാർട്ടി, റീഫോം UK നാജിൽ ഫറേജിൻ്റെ പാർട്ടി, പിന്നെ നമുക്ക് വേണ്ട പുതിയ പാർട്ടികൾ ഉണ്ടാക്കാം. വോട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. പാർട്ടികൾ അറിഞ്ഞാണ് വോട്ട് ചെയ്യാറ്, ചുമ്മാ ആർക്കും കറക്കി കുത്തുവാണോ? പാർട്ടി അത് ആനുകാലികമായിട്ട് അവരുടെ നയങ്ങൾ നോക്കും, അതനുസരിച്ച് നമുക്ക് അത് കൺവിൻസിംഗ് ആണെങ്കിൽ ആ പാർട്ടിക്ക്. ഇപ്പോൾ റീഫോമിനാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്, പറയാൻ പറ്റത്തില്ലെങ്കിലും പറയും. വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 2006 വന്നതാണ്, 19 വർഷം. അല്ല, ലാസ്റ്റ് ചെയ്ത റീഫോമിനാന്ന് പറഞ്ഞോ? ലാസ്റ്റ് ചെയ്തത് റീഫോമിനാണ്, ഇതിന് മുമ്പ് കൺസർവേറ്റീവിനാണ്, അതിന് വന്ന സമയത്ത് ലേബറിനാണ്. എന്തുകൊണ്ട് റീഫോമിന് ചെയ്തു? പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ചെയ്തു. നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിലവിലെ സർക്കാർ മോശമാണെന്നാണ് അഭിപ്രായം. എന്തുകൊണ്ട്? ജനദ്രോഹപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, റേറ്റ്, എനർജി പ്രൈസ് ഒക്കെ കൂട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ടല്ലേ കുറച്ച്. എന്നെ അത് മറ്റൊരു പാർട്ടിക്ക് വോട്ട് കൂടിയപ്പോൾ കുറച്ചതാണ്. അതെ, അത് മറ്റൊരു പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ അവരത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയത്. ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? സ്റ്റാമർ. പാർട്ടി ഏതാ? ലേബർ പാർട്ടി. ഇവിടുത്തെ പാർട്ടികൾ ഏതൊക്കെയാണെന്നറിയാമോ? വലിയ പിടിയില്ല. വലിയ പിടിയില്ല. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിപ്പോൾ 4 വർഷമാണ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ഒന്ന് കമന്റ് ചെയ്യണേ. 2021 സെൻസസ് പ്രകാരം ഇവിടെ ഏകദേശം 20 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏകദേശം 4 ലക്ഷം വരെ മലയാളികളാണ് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളിവിടെ വലിയൊരു വോട്ട് ബാങ്ക് ആണ് എന്നർത്ഥം. ഇവിടുത്തെ രാഷ്ട്രീയം പഠിക്കണമെന്നോ ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ പറയുകയില്ല. പക്ഷേ കേവലം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മാത്രം ശ്രദ്ധിക്കാതെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബ്രാഞ്ചുകളൊക്കെ ഇവിടെ തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ മാറിയ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിച്ചാൽ അത് ഈ രാജ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം ഇംഗ്ലീഷുകാർ പൊതുവെ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ടാണ് എന്ന് മാത്രമല്ല, ബ്രെക്സിറ്റ് നടക്കാനുണ്ടായ പ്രധാന ഒരു കാരണം നമ്മുടെ മലയാളികളാണ്, നമ്മുടെ വോട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ നമ്മുടെ സ്വന്തം നാട് വിട്ട് ഇവിടെ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ രാജ്യത്തെ ചില ക്വാളിറ്റികൾ തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യമല്ലേ. ഇവിടെ മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒരു രാജ്യത്തിന്റെ പേരിലോ ഇതുവരെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. കാര്യങ്ങളെ വികാരത്തോടെ സമീപിക്കാതെ വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ നമുക്ക് മാന്യമായി ഇവിടെ തുടരാൻ സാധിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് കമന്റ് ആയിട്ട് പറയണേ. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പരിചയപ്പെടുന്ന കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായി ഇവിടെ പൊളിറ്റിക്കലായി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP എന്നറിയാം. ഇവിടെ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ്സ്. കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് പാത്താണ്, അതേ ഏതാണ്ട് ഒരു സോഷ്യലിസ്റ്റ് പാത്തിൽ തന്നെയാണ്. ഇവിടെ മറ്റുള്ള ലിബറൽ പാർട്ടിയാണ്. അത് എന്നെ പറയാൻ എളുപ്പം എന്ന് പറയുന്നത് ഈ ലേബർ പാർട്ടിക്കും കോൺസർവേറ്റീവിനും ഇടയ്ക്ക് നിൽക്കുന്ന, ഞാനൊരു പക്ഷേ മൈഗ്രൻ്റ് ആയിരിക്കാം, പക്ഷേ എൻ്റെ മക്കൾ മൈഗ്രൻ്റ് അല്ല. അതുകൊണ്ട് മൈഗ്രൻ്റ് എന്നുള്ള ലേബൽ കൃത്യമായി യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അൺഫെയറായി യൂസ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഐ ആം നോട്ട് എ മൈഗ്രൻ്റ്,
I'm like anyone else. I work, I pay tax. I'm like you.